السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിക സൂറത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ്. ഖുർആനിനെ 3 ഭാഗമാക്കി വിഭജിക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗം ഈ ചെറിയ സൂറത്ത്, അതിന്റെ ആശയം വിശുദ്ധ ഖുർആനിന്റെ 1/3 ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്ത് ഇറങ്ങുവാനുണ്ടായ സാഹചര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് സിഫ് റബ്ബക്, മുഹമ്മദേ നിന്റെ റബ്ബ് ആരാണ്, ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് റബ്ബിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അഥവാ ഇസ്ലാമിന്റെ കാതലും ഇസ്ലാമിന്റെ അടിത്തറയും ഇസ്ലാമിന്റെ എല്ലാമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങളായിക്കൊണ്ട്, റുഖയ്യ ആയിക്കൊണ്ട് ഒക്കെ ഈ സൂറത്ത് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഖുൽ നബിയെ പറയുക, അല്ലാഹ് ആരാണ് എന്നാണ് ചോദ്യം. പറയുക പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാണ്.
അള്ളാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദാണ്. ആരുടെ ആശ്രയവും അള്ളാഹുവിന് ആവശ്യമില്ല. ലോകത്ത് മറ്റേത് ജീവജാലങ്ങളുണ്ടോ ഒന്നൊന്നിന്റെ ആശ്രയം ആവശ്യമുള്ളവനാണ്. പക്ഷെ റബ്ബ് ഒരാളുടെയും ആശ്രയം ആവശ്യമുള്ളവനല്ല. അവന് ഭാര്യയെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറയുകയുണ്ടായി, വലം യത്തഖിദ് വലദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു സാഹിബ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭാര്യയില്ല. കാരണം ഇണയും തുണയും കുഞ്ഞും അതേപോലെ തന്നെ മാതാവും പിതാവും ഒക്കെ ഉണ്ടാകേണ്ടത് സൃഷ്ടികൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവാണ്. അപ്പൊ ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ആശ്രയം ആവശ്യമില്ലാത്തവനാണ് എന്നും അതേപോലെ തന്നെ അവൻ ജനിച്ചവനല്ല, ജനിപ്പിച്ചിട്ടില്ല, ആർക്കും ജന്മം കൊടുത്തിട്ടില്ല എന്നും അവന് തുല്യനായി വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിക്കൊണ്ട് ആരുമില്ല എന്നും അടിയുറച്ച് വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. ഇത് ഇസ്ലാം ദീനിന്റെ അടിത്തറയാണ്. എന്നാൽ ഈ ആയത്ത്, ഈ സൂറത്ത് ഇതിനെതിരായിക്കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഞ്ഞുണ്ടായി. മക്കയിലെ മുശ്രിക്കുകളാണെങ്കിൽ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുഞ്ഞുങ്ങളാണെന്ന് വിശ്വസിച്ചു. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മോശമാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം കിട്ടുന്ന അവസരത്തിൽ അള്ളാഹുവിനെ മോശമാക്കാൻ ശ്രമിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന് കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പെൺകുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ്. അവർക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമില്ല, അവർക്ക് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടത്. നിങ്ങൾക്കാകട്ടെ പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ ഖളീം യതവാറാ മിനൽ ഖൗം. അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മുഖം വിവരണമാവുകയും ദേഷ്യമുള്ളവനാവുകയും അവൻ അഭിമാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവൻ മുഖം മറച്ച് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാതെ ആ കുഞ്ഞിനെ അപമാനം സഹിച്ചുകൊണ്ട് അതിന് വളർത്തണോ അതല്ല അതിന് കുഴിച്ചു മൂടണോ എന്നവൻ ചിന്തിക്കുന്നു. കാരണം പെൺകുഞ്ഞാണ്. അതാണ് മക്കയിലെ ഒരു വിഭാഗത്തിന്റെ, എല്ലാ ജാഹിലിയ അറബികളും അങ്ങനെയല്ല കേട്ടോ, ചില ഗോത്രങ്ങൾ അങ്ങനെയായിരുന്നു. അതായിരുന്നു അവരുടെ സ്വഭാവം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പെൺകുഞ്ഞാണ് മലക്കുകൾ എന്നവർ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഉസൈർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കുഞ്ഞാണെന്ന് ജൂതന്മാരും, മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കുഞ്ഞാണെന്ന് ക്രിസ്ത്യാനികളും പറയുകയുണ്ടായി. ഏറ്റവും ഗുരുതരമായ വാക്ക്, അള്ളാഹ് പൊറുക്കാത്ത വാക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിന്റെ തുടക്കത്തിൽ തന്നെ കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഇഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവരുടെ വായകളിൽ നിന്നും വരുന്നത് ഗുരുതരമായ വാക്കാണ്, അവർ കളവല്ലാതെ പറയുന്നില്ല. അങ്ങനെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കുഞ്ഞിന് ആവശ്യമില്ല. ഒരു സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിക്ക് കുഞ്ഞുണ്ടാകണം. ആ കുഞ്ഞിൽ നിന്നും ആ കുഞ്ഞ് വളർന്നു വലുതായി പിതാവിനെ നോക്കേണ്ട, പിതാവിനെ ഖിദ്മത്ത് ചെയ്യേണ്ട, അതേപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടായി കാണുമ്പോൾ പിതാവിനുണ്ടാകുന്ന സന്തോഷവും അതേപോലെ തന്നെ ആനന്ദവും കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ പുത്രൻ അതേപോലെ തന്നെ പിതാവ് എന്ന ബന്ധത്തിലുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ ഒന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അത് വിശദീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഥവാ മക്കയിലെ മുശ്രിക്കുകളെയും അതുപോലെ തന്നെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അവരുടെ പിഴച്ച വിശ്വാസങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഞ്ഞുണ്ടായതിന്റെ ആഘോഷമാണ് ചില ആളുകൾ ഡിസംബർ 25 അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഞ്ഞുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവന് കാഫിറാണ്. ഏറ്റവും ഗുരുതരമായ ഒരു സൃഷ്ടാവിനെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത, കാരണം റബ്ബിനെക്കുറിച്ച് അത് പറയുന്നതോടുകൂടി റബ്ബ് റബ്ബല്ലാതായി മാറി. റബ്ബ് ആരായി? മർബൂബായി. റബ്ബ് ആരായി? റബ്ബ് സൃഷ്ടാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
ആ റബ്ബ് സൃഷ്ടിയായി മാറി. കാരണം സൃഷ്ടികൾക്ക് എന്ത് വേണം? ഭാര്യ വേണം, കുഞ്ഞു വേണം. അപ്പൊ ഗുരുതരമായ ആരോപണം. ഈ ആരോപണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇത് പറയുകയും എന്നിട്ട് അതിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്യുമ്പോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പല ആളുകളും അതിന്റെ സന്ദേശങ്ങൾ അയക്കുകയാണ് മെസ്സേജുകളിലൂടെ. എത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്റ്റാറുകൾ തൂക്കുകയാണ്, കേക്ക് മുറിക്കുകയാണ്, സന്തോഷങ്ങൾ. എന്തിന്റെ സന്തോഷം? ഇസ്ലാം ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഗൗരവമാണെന്നുള്ള പഠിപ്പിച്ച, അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പാണെന്ന് പഠിപ്പിച്ച, അതേപോലെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെന്ത് കാരണമായിക്കൊണ്ടല്ല പഠിപ്പിച്ചത്? അള്ളാഹുവിന് കുഞ്ഞുണ്ടായി എന്ന് പറയുന്ന ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിന്റെ ഗൗരവം കുറക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മുഖലേഖന എഴുതുകയാണ് പത്രങ്ങളിൽ. ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആദർശം. ആളുകളെ ഇതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ഇതിന്റെ ഗൗരവം ജനങ്ങളെ, മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നതിനും പകരം ഇതിന് പ്രോത്സാഹനമായിക്കൊണ്ട്. വളരെ സങ്കടകരമായ കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്ലാമിന്റെ ആദർശം, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അല്ലാഹു തആല പറയുകയുണ്ടായി, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. യൂത ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ദീനിൽ അതിര് കവിയാൻ പാടില്ല. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഹക്കായിട്ടുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മറിയം വറൂഹും മിൻഹു ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വലാ തഖൂലു സലാസ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് മറിയമിന്റെ പുത്രൻ ഈസ? പിതാവില്ലാതെയാണ് അദ്ദേഹത്തിന്റെ ജനനം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനമാണ്. ആ വചനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിൽ കൊണ്ടാക്കുകയും അങ്ങനെ റൂഹും മിൻഹു, അല്ലാഹുവിന്റെ ആത്മാവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചൈതന്യമാണത്. ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലുമാരിലും നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് നൂഹ് നബിയിൽ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ആദമിൽ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് ഈസയിൽ വിശ്വസിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവില്ലാതെയാണ് ഈസ ഇബ്നു മറിയം ജനിച്ചതെങ്കിൽ മാതാവും പിതാവും ഇല്ലാതെയാണ് ആദം ജനിച്ചത്. മാതാവും പിതാവും ഇല്ലാതെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉണ്ടാകുക എന്ന് തീരുമാനിച്ചാൽ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ ഒരു കൽപ്പന, അതുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അതുണ്ടാകും. അപ്പൊ അണ്ഡവും ബീജവും കൂടിക്കലരണ്ടേ, അത് സിക്താണ്ഡമാകണ്ടേ, അത് ഗർഭാശയത്തിൽ രൂപപ്പെടണ്ടേ എന്നവിടെ ചോദ്യമില്ല സഹോദരന്മാരെ. അല്ല പഠിപ്പിച്ചോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ, അതാണ് ദീന്. അത് സയൻസിനൊക്കുമോ? അതേപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടാകാനുള്ള എല്ലാ ഘടകങ്ങളുമായിട്ടുണ്ടോ എന്നൊന്നും അവിടെ ചോദ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതൊക്കെ സംഭവിക്കും. എങ്ങനെയാ കടല് വിളർന്നത് മൂസാ നബി അടിച്ചപ്പോ? അതേപോലെ തന്നെ തുബിരിഉൽ അക്മാ വൽ അബ്റസ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളപ്പാണ്ടുള്ള ആളുകളെ, കുഷ്ഠമുള്ള ആളുകളെ തടവുമ്പോൾ എങ്ങനെയാണ് ശിഫയാകുന്നത്? ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. അപ്പൊ അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കേണ്ടതില്ല. നമ്മൾ ആരും സംശയിക്കുന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് സഹോദരന്മാരെ ഇത്ര ഗൗരവത്തോടുകൂടി മുസ്ലിം പള്ളികളുടെ മിമ്പറുകളിൽ നിന്നും ഉത്തരവാദിത്ത ബോധമുള്ള ഖതീബുമാർ ഉമ്മത്തിനെ ഇത് ഉത്ബോധിപ്പിക്കുന്നു? ഇതിലറിയാതെ മുസ്ലിങ്ങൾ ഭാഗവാക്കാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടിയോടുപമിച്ച് സൃഷ്ടികൾക്കുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ദുർബല വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ആണാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പറച്ചിലാണിത്. അർഹമുർ റഹീമിനായ റബ്ബിനെ കുറിച്ച്. എന്നിട്ട് അതിന്റെ ആഘോഷത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പങ്കാളികളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വലാ തഖൂലു സലാസ ഇൻതഹു ഖൈറൻ ലക്കും ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല. അവൻ കുഞ്ഞിനെ സ്വീകരിക്കുന്ന പ്രശ്നമില്ല.
നിങ്ങളത് പറയാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിൽ അചഞ്ചലമായി നിങ്ങൾ വിശ്വസിക്കണം. ആകാശഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാകുന്നു. അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഇസ്ലാമിന് ഇസ്ലാമിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും ആരുടെ ഇടയിൽ ജീവിക്കുമ്പോഴും അത് മതസൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞ് ചില ആളുകൾ അങ്ങനെയാണ്. ചില വിഷയങ്ങൾക്ക് ഓമന പേരിട്ട് കൊടുക്കും. മതസൗഹാർദ്ദമല്ലേ, ഓമന പേരിട്ട് കൊടുക്കും. സഹോദരന്മാരെ, മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടോ? നമ്മൾ സാധാരണയായി സംസാരിക്കുന്ന വിഷയമാണ്. ആ മതത്തിന്റെ ആളുകളും ഈ മതത്തിന്റെ ആളുകളും അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു അവിയൽ പരത്തി, അങ്ങനെ ഒരു മതമുണ്ടോ സഹോദരന്മാരെ? അങ്ങനെ ഒരു ആദർശമുണ്ടോ? മതത്തിന്റെ ആദർശം അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ ആദർശമുണ്ടോ? ഭൗതികതയുടെ മറ്റൊന്നെങ്കിലും ഭൗതികതയുടെ ആദർശമുണ്ടോ? ആ നേതാവ് പറയുന്നതും ഈ ഇവിടുത്തെ ഇപ്പുറത്തെ നേതാവ് പറയുന്നതും ഇല്ലല്ലോ സഹോദരന്മാരെ. മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. അവൻ ആ മതത്തിൽ വിശ്വസിക്കട്ടെ, അവൻ ആ ആദർശത്തിൽ വിശ്വസിക്കട്ടെ, അവൻ ആ ആദർശത്തിന്റെ വക്താവാകട്ടെ, അവൻ ഈ മതത്തിന്റെ വക്താവാകട്ടെ. എന്നാലും സഹകരിക്കാവുന്ന മേഖലയിലൊക്കെ സഹകരിച്ച് പരസ്പരം സ്നേഹിച്ചും പൊരുത്തപ്പെട്ടും അതേപോലെ തന്നെ പരസ്പരം സഹകരിച്ചും ജീവിക്കുക എന്നുള്ള മനുഷ്യ സൗഹാർദ്ദമാണ് കാണിക്കേണ്ടത്. അതിന് ആ വാക്ക് മാറ്റുകയും അല്ലെങ്കിൽ ആ ചിന്ത ഇല്ലാതാക്കുകയും അവരുടെ അവരിൽ നിന്നും കുറച്ചെടുക്കുകയും ഇവരിൽ നിന്നും കുറച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ അങ്ങനെ ആക്കി തീർക്കുന്നത് അതും യൂത ക്രിസ്ത്യാനികളുടെ അജണ്ടയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, സഹോദരന്മാരെ, വലൻ തർല അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങളുടെ മതത്തിൽ നിന്നും നിങ്ങളുടെ ആദർശത്തിൽ നിന്നും നിങ്ങൾ അവരുടെ മില്ലത്തിനെ പിൻപറ്റുന്നതുവരെ അവർക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. അവർ പതുക്കെ പതുക്കെ അവരുടെ ആദർശങ്ങളിലേക്കും അവരുടെ സുന്നത്തുകളിലേക്കും ചര്യകളിലേക്കും നിങ്ങളെ കൊണ്ടുപോകാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. അതുവരെ അവർക്ക് ഉറക്കമില്ല. അവരതിന് പണിയെടുത്തുകൊണ്ടിരിക്കും. അതിനവർ രഹസ്യമായി ആലോചനകൾ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ അവരുടെ മതത്തിലുള്ള ആഘോഷങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ഇബാദത്തിന്റെ ഭാഗമായതിനെ അത് കേവലം ആഘോഷമായി മനുഷ്യ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ നാടിന്റെ ഉത്സവത്തിന്റെ പേര് പറഞ്ഞ് അവരുടെ ആദർശങ്ങൾ നിങ്ങളുടെ മനസ്സുകൾ തിരികെ കയറ്റാനും അതിന്റെ ഇസ്ലാമിന്റെ ഇസ്സത്ത് കെടുത്തിക്കളയാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആന്റെ നസ്സാണ്, വലൻ തർലാ അൻകൽ യഹൂദ് വലൻ നസാറ. ഈ നസറാണികളും ജൂതന്മാരും അവർ തൃപ്തിപ്പെടുന്ന പ്രശ്നമില്ല മുഹമ്മദ് നബിയെ, ഹത്താ തത്തബിഅ മില്ലതഹും, നിങ്ങൾ അവരുടെ ചര്യ പിൻപറ്റുന്നതുവരെ. അതിനവർ അജണ്ടയുണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, നബിയെ നിങ്ങൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സന്മാർഗമാണ് യഥാർത്ഥമായത്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വല ഇനിത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി. ഇങ്ങനെ ഒരു അറിവ്, ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ എന്താണ്, ഇസ്ലാമിന്റെ ആചാരങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും എന്താണ് എന്ന് കൃത്യമായി നിനക്ക് അറിവുണ്ടായതിനു ശേഷം താങ്കളെങ്ങാനും അവരുടെ ഇഷ്ടങ്ങളെ പിൻപറ്റുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അല്ലാഹുവിൽ നിന്നും നിങ്ങൾക്കൊരു സഹായിയോ അതേപോലെ തന്നെ ഒരു വലിയോ ഒരു രക്ഷാധികാരിയോ ഉണ്ടാവുന്ന പ്രശ്നമില്ല. ഇത് മറ്റുള്ള വിഭാഗക്കാരുടെ അജണ്ടയാണ്. സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിലേക്ക് എങ്ങനെയാണ് ഖബർ പൂജയുണ്ടായത്? ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും. അതേപോലെ തന്നെ ബിദ്അത്തുകൾ എങ്ങനെയാണ് ഉണ്ടായത്? ഈ കാണുന്ന രീതിയിലുള്ള ധാരാളക്കണക്കിന് ബിദ്അത്തുകൾ അത് മറ്റുള്ള മതങ്ങളിൽ നിന്നുണ്ടായതാണ്. ഇങ്ങനെ ഏതും എടുത്തു നോക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഗൗരവമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ മക്കളുടെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്നിലേക്ക് അല്ലാഹുവിന്റെ ബറക്കത്തും റഹ്മത്തും എന്നിലേക്ക് കിട്ടാത്ത, എന്റെ കച്ചവടത്തിൽ അതേപോലെ തന്നെ എന്റെ കുടുംബത്തിൽ എന്റെ സമ്പത്തിൽ എന്റെ ഭാവി ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെ കെടുത്തിക്കളയുന്ന മാലക മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും നിനക്കുണ്ടാവുകയില്ല മിൻ വലിയ്യിൻ വലാ നസീർ, ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ സംഗതി എന്നിലോ എന്റെ സമൂഹത്തിലോ എന്റെ കുടുംബത്തിലോ ഞാനുമായി ബന്ധപ്പെട്ടവരിലോ അല്ല മുസ്ലിം ഉമ്മത്തിലോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പിഴുതു നീക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. മറിച്ച് മുഖലേഖനം എഴുതുകയല്ല. ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ
മുഖലേഖനം എഴുതുകയാണ്. സന്ദേശമർപ്പിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ കൂടിക്കലയാനും. കാരണം എന്താ? ആളുകൾക്കിടയിൽ നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കാൻ, പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ്. സങ്കടകരമാണ് സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ലാ തകൂനു ഇമ്മഅതൻ, നിങ്ങൾ കൂടികളാകാൻ പാടില്ല. അവരത് ചെയ്തു അപ്പൊ ഞങ്ങളും അത് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ഇവരിത് ചെയ്തപ്പോ ഞങ്ങൾ ഇത് ചെയ്തു. അങ്ങനെയല്ല. നിങ്ങൾ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഏത് സമയത്തും ഹക്കിന്റെ ആളുകളാകണം എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. കാരണം വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ് ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജാ. അവരുടെ ദേഹേച്ഛകൾ, അവരുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അമ്മാ ജാഅക മിനൽ ഹഖ്, നിനക്ക് യാഥാർത്ഥ്യം വന്നതിന് ശേഷം. കാരണം ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജാ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നിയമക്രമവും ഒരു കർമ്മമാർഗവും നാം നിശ്ചയിച്ചിട്ടുണ്ട്. മുസ്ലിമിന്റെ നിയമക്രമം എന്താണ്? മുസ്ലിമിന്റെ കർമ്മമാർഗം എന്താണ്? അവൻ എന്താണ് കർമ്മം ചെയ്യേണ്ടത്? അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ്? അത് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പിന്നാലെ പോകേണ്ടതില്ല. എന്തുകൊണ്ട് സഹോദരന്മാരെ മറ്റുള്ള ആളുകൾ അവരുടെ പിന്നാലെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു? അവർക്കറിയാം അത് അവരുടേത് പൊള്ളയാണ്. ഇസ്ലാമിന്റേതാണ് തങ്കപ്പെട്ടതെന്നറിയാം. അത് പൊളിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അത് എങ്ങനെ പൊളിക്കും? അറിയാതെ അവരുടെ ആചാരങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് പൊളിക്കാൻ സാധിക്കും എന്നവർ വ്യാമോഹിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചൊരു ആരോപണം പറയാ, എന്നിട്ടത് ആഘോഷിക്കുക. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ഒരു ഗുരുതരമായ ആരോപണം, വ്യഭിചാരിയാണെന്നോ വ്യഭിചാരിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊണ്ടാടുക കുറച്ച് ശത്രുക്കളായിട്ട് ആളുകൾ. എന്നിട്ട് അതിങ്ങനെ എല്ലാ കൊല്ലും കൊണ്ടാടുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെ മക്കൾ അതിനുവേണ്ടി കേക്ക് മുറിക്കുകയും സന്തോഷത്തിൽ അവരുടെ കൂടെ കൂടുകയും അതേപോലെ തന്നെ അതിൽ പങ്കാളികളാവുകയും അതിലെ സോഷ്യൽ മീഡിയകളുടെ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗൗരവം എത്രയാ സഹോദരന്മാരെ. എന്നാൽ മാതാപിതാക്കളോടുള്ളതിനേക്കാളും സർവ്വമനുഷ്യരെക്കാളും എല്ലാത്തിനേക്കാളും ബാധ്യത അർഹമുർ-റാഹിമീനായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്കെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാഥനോടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ജീവിക്കുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അത്ഭുതകരമായ ജനനവും മറിയം ഗർഭിണിയാകുന്നതും അതിനുശേഷം ഈസ നബിയുടെ ജനനവും ഈസ നബിയുടെ തൊട്ടിലുള്ള സംസാരവും ഒക്കെ പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ സ്വീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ഗുരുതരമായ ആരോപണമാണ് റബ്ബിനെ കുറിച്ച് അവർ പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദ, ആകാശങ്ങൾ പൊട്ടിപ്പിളരാൻ കാരണമായി, വതൻഷഖുൽ അർളു ഭൂമി വിണ്ടുകീറാൻ കാരണമായി, വതഖിറുൽ ജിബാലു ഹദ്ദാ പർവ്വതങ്ങൾ നിലംപരിശാകാൻ കാരണമായി, അൻ ദഅഉ ലിർറഹ്മാനി വലദ പരമകാരുണ്യകന് കുഞ്ഞുണ്ടായി എന്നവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ കാരണത്താൽ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഞ്ഞിനെ സ്വീകരിക്കുക എന്നുള്ളത് പാടുള്ള കാര്യമല്ല. കാരണം അല്ലാഹു സ്രഷ്ടാവാണ്. അപ്പൊ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു ഈ പിയച്ചവാദം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യകാദു യകൂനു ദാലിക ഇൻദ സിമാഇഹി ഹാദിഹിൽ മഖാല മിൻ ഫജറതി ബനി ആദം, ആദമിന്റെ മക്കൾ തെമ്മാടികളായ ആദമിന്റെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആകാശഭൂമികളും പ്രകൃതിയും പ്രപഞ്ചവും അത് കേൾക്കുന്നു. അവരെന്താകുന്നു? അവർ നിലംപരിശാകുന്നു, പൊട്ടിപ്പിളരുന്നു, അതേപോലെ തന്നെ
പർവ്വതങ്ങൾ അത് കടപൊഴുകി വീഴുന്നു. ഇഅ്ലാമൻ ലിർറബ്ബി വഇജ്ലാല, അല്ലാഹുവിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരവ് കൊണ്ടും അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ലിഅന്നഹുന്ന മഖ്ലൂഖാതുൻ വമുഅസ്സസാതുൻ അലാ തൗഹീദിഹി, കാരണം ആകാശഭൂമികളെല്ലാം ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അത് തൗഹീദിൽ ഊട്ടപ്പെട്ട സ്ഥാപനമാണ്. ആകാശങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും, പക്ഷിമൃഗാദികൾ, പറവകൾ എല്ലാവരും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. എല്ലാവരും അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തൗഹീദിൽ ഉണ്ടാക്കപ്പെട്ട സംസ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ആകാശങ്ങളും ഭൂമികളും പർവ്വതങ്ങളുമെല്ലാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ പൊളിക്കുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് സ്ഥായിയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇളക്കം തട്ടുന്നത്. വന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅന്നഹു ലാ ശരീക ലഹു വലാ നളീറ ലഹു വലാ വലദ ലഹു വലാ സ്വാഹിബത ലഹു വലാ കുഫുവ ലഹു ബൽ ഹുവൽ അഹദുസ് സമദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അവന് പങ്കുകാരില്ല, അവനെ പോലെ മറ്റാരുമില്ല, അവന് മക്കളില്ല, അവൻ ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല, അവന് തുല്യനായി ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദാണ്, സമദാണ്. ഇതാണ് ആകാശഭൂമികളുടെ ആദർശം. ഈ ആദർശത്തിനെതിരായി ഒരാൾ പറയും, ആദമിന്റെ മക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകുന്നു? ചലനങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ പരിശോധിച്ചു നോക്കുന്നു സഹോദരന്മാരെ, ലോകത്ത് വന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങളൊന്ന് ചരിത്രം പഠിച്ചോ? ഒന്നും വേണ്ട, അത് മതത്തിന്റെ അധ്യാപനങ്ങൾ നടക്കണം. ലോകത്ത് വന്നിട്ടുള്ള സുനാമിയെ പോലെയുള്ള അല്ലെങ്കിൽ വലിയ വലിയ ഭൂകമ്പങ്ങളൊക്കെ ഡിസംബർ കാലയളവിലായിരിക്കും. ഡിസംബറിനായിട്ട് നല്ല ബന്ധം ഉണ്ടാവും അതിന്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. ധാരാളക്കണക്കിന് പ്രകൃതി ദുരന്തങ്ങൾ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസംബറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, തകാദു സമാവാതു യതഫത്തർന മിൻഹു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ മാർഗത്തിൽ തൗഹീദിൽ ഊട്ടപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഇതൊക്കെ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, അല്ലാഹുവിനെ ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മുഫസ്സിറുകൾ പറയുകയാണ്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങൾ വഴി നടത്തണം എന്ന് റബ്ബിനോട് നമ്മൾ 17 തവണ നിർബന്ധമായിട്ടും അല്ലാതെ ഐച്ഛികമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഏതാണ് നേരായ ചൊവ്വായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ആരാണ് അല്ലാഹ് നീ അനുഗ്രഹിച്ചത്? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുദ്ദീഖീങ്ങളെയും ശുഹദാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും അമ്പിയാക്കന്മാരെയും ഔലിയാക്കളെയും അനുഗ്രഹിച്ചു. അവരുടെ മാർഗത്തിൽ ജീവിച്ചു മരിച്ച് സ്വർഗം നേടാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, പിഴച്ചു പോയിട്ടുള്ള ജൂതന്മാരുടെയും അല്ലെങ്കിൽ ശപിക്കപ്പെട്ട ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല ഞങ്ങൾ ആക്കേണ്ടത്, അവരുടെ മാർഗത്തിൽ ആക്കല്ല റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 24 മണിക്കൂറിലും പല സമയങ്ങളിലായിക്കൊണ്ട് ഈ നസ്രാണികളുടെയും ജൂതന്മാരുടെയും മാർഗത്തിലല്ല ഞങ്ങൾ വഴി നടത്തേണ്ടത് റബ്ബേ, അമ്പിയ ഔലിയാക്കന്മാരുടെ മാർഗത്തിലാണ് എന്ന് പറയുകയും, എന്നാൽ ഈ പിഴച്ച മാർഗത്തിലേക്ക് അതിനുവേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ എത്തിനോക്കുകയും അതിനെ സഹായിക്കുകയും അതിനുവേണ്ടി രാജിയാവുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം, അതിന് കൂടെ കൂടുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം, പറച്ചിലൊന്നും വാക്ക് വേറൊന്നും അല്ലെങ്കിൽ പ്രവർത്തനം വേറൊന്നും പറച്ചിലൊന്നും ഒരു ആ നിലക്കുള്ള നിലപാടാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താണ് ഇസ്ലാം ഇതിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ബഹുമത സമൂഹത്തിലാണ്, മറ്റുള്ള ആളുകളെ ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കണം. അവർ അവരുടെ ആചാരങ്ങൾ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ആചാരങ്ങൾ ചെയ്യുന്നു, അവരും നമ്മളും പരസ്പരം ദഅവത്ത് നടത്തുന്നു, അവരുടെ കണ്ണീരപ്പാനുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നമ്മളോട് ഇങ്ങോട്ടും എല്ലാവരും നല്ല നിലക്ക് സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ ആദർശം പണയം വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇസ്സത്ത് പണയം വെക്കുന്ന ഒരവസ്ഥ എന്നെക്കൊണ്ടോ എന്റെ കുടുംബത്തെ കൊണ്ടോ നമ്മളെ കൊണ്ടോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ദോഷം ഇസ്ലാമിനൊന്നും സംഭവിക്കാൻ ഉണ്ടാവില്ല, ഒരു സംശയമില്ല. അള്ളാഹു കാക്കും അള്ളാഹുവിന്റെ ദീനിന്. പക്ഷേ നമ്മളെയും നമ്മളെ കൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങളുടെയും ആദർശം തകരുന്നൊരവസ്ഥ, ഇസ്ലാം തകരുന്നൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വച്ഛമായ ഈമാനിൽ ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തികളിൽ നിന്നും അതേപോലെ തന്നെ കുറ്റങ്ങളെ കൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും ബറക്കത്ത് നിഷേധിക്കപ്പെടുന്ന ദുരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഇല്ലാതാക്കി തരുമാറാവട്ടെ.
നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.